പറക്കും തളികകൾ, അന്യഗ്രഹ ജീവികളൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്തത് എന്നതിനെ പറ്റിയിട്ട് ഒരു തിയറി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എന്നാൽ അതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് വേറൊരു പോസിബിലിറ്റിനെ പറ്റി ഞങ്ങൾ കേൾക്കുന്നത്. എന്നാൽ ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസെപ്റ്റുമായിട്ട് വളരെയധികം സാദൃശ്യം തോന്നിക്കുന്ന ഒരു തിയറിയാണ് അൾട്രാ ടെറസ്ട്രിയൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇത് വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. പക്ഷെ എന്ത് തന്നെയാലും ഞാൻ വളരെയധികം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെറിയ രീതിയിൽ ഒരു തോട്ട് എക്സ്പെരിമെന്റ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ പറയുന്ന അന്യഗ്രഹ ജീവികൾ, പറക്കുംതളികൾ എന്നൊക്കെ പറയുന്നത് ബഹിരാകാശത്ത് നിന്ന് വരുന്ന ഒരു സംഭവം അല്ലെങ്കിലോ, പകരം നമ്മുടെ കൂടെ തന്നെ ഇതേ ഭൂമിയിൽ തന്നെ ജീവിച്ചു വരുന്ന ഒരു സ്പീഷീസ് ആണെങ്കിലോ, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ കൂടെ ഒളിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ. ഇവർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഷാഡോ സിവിലൈസേഷൻ എന്നൊരു ടേം ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് ആകാശത്ത് നിന്ന് എന്തോ സംഭവങ്ങളൊക്കെ ഇറങ്ങി വരുന്നു, എന്തോ അൺനോൺ ആയിട്ടുള്ള ഒരു എനർജിയെ കാണുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മുടെ ലോകമെമ്പാടും പറഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് അവിടെ ഇവിടെയും കിടക്കുന്ന പല സിവിലൈസേഷനും ഒരേ കഥ തന്നെ പറയുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരുടെ പുരാണങ്ങളോ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ പറയുന്നത് ഒരൊറ്റ കാര്യം തന്നെയാണ്. ആകാശത്ത് നിന്ന് എന്തോ ഒരു സംഭവം താഴത്തേക്ക് ഇറങ്ങി വരുന്നു. അവർ നമ്മുടെ മനുഷ്യരെ പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവർ ഈ ഒരു സംഭവത്തെ ദൈവമായിട്ടും ഒരു ഇറ്റേണൽ എനർജിയുമായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നാൽ മോഡേൺ ടൈംസിൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ കാണാനും കഴിയുന്നുണ്ട്. ഗവൺമെന്റിന്റെ കൈവശമുള്ള ക്യാമറ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ആകാശത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതെന്താണെന്നോ അത് എവിടെ നിന്നാണോ വന്നത് അതിനെ പറ്റിയിട്ട് ഇതുവരെ ആർക്കും ഒരു അക്ഷരം പോലും പറയാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവത്തെ പറക്കും തളിയ അല്ലെങ്കിൽ UFO അല്ലെങ്കിൽ UAP എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഇതുവരെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള, ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടാത്തത്? അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് രണ്ട് പോസിബിൾ ഉത്തരമാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നത്. ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം ശരിക്കും നമ്മൾ തന്നെ ഉണ്ടാക്കി വിട്ട എന്തെങ്കിലും ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള മിഷനോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആയിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത് അന്യഗ്രഹ ജീവികളുടെ ഒരു കളിയായിരിക്കാം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ, ഈ രണ്ട് പോസിബിലിറ്റിക്കും യാതൊരു രീതിയിലുള്ള എവിഡൻസ് ഇതുവരെ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ പറക്കും തളികൾ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഗവൺമെന്റ് തരുന്ന ഉത്തരം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ശരിക്കും റിയൽ ആണ് എന്നുള്ള ഒരു കാര്യമാണ് ഇവരൊക്കെ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ AARO എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ വെബ്സൈറ്റിനകത്ത് ഒരുപാടധികം ഫയൽസ് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഓരോരോ ഫയൽസും ഈ പറയുന്ന പറക്കും തളികളുടെ വീഡിയോയും ഫോട്ടോഗ്രാഫും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ടെസ്റ്റിമോണിയും കാര്യങ്ങളും മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരുപാട് പറക്കും തളികളുടെ വീഡിയോസ്, അതെന്താണ്, ഇതിന്റെ ഉത്ഭവം എന്താണ്, ഇതിന്റെ ഒറിജിൻ എന്താണ്, ഒന്നിനെ പറ്റിയിട്ടും ഇതുവരെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ 2024 നേരത്തെ പറഞ്ഞ ആ ഒരു രണ്ട് പോസിബിലിറ്റിയോടൊപ്പം തന്നെ മൂന്നാമത് ഒരു പോസിബിലിറ്റി പൊങ്ങി വരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ ഉദിച്ച ഒരു ഐഡിയ മാത്രമല്ല, ഒരുപാടധികം വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഈ ഒരു പോസിബിലിറ്റി പൊങ്ങി വരുന്നത്. ഇവിടുത്തെ ഐഡിയ വളരെയധികം സിമ്പിൾ ആണ്. നമ്മുടെ ഭൂമിയിൽ തന്നെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സ്പീഷീസ് ആയിരിക്കാം ഇവർ എന്നാണ് ഈ ഒരു ഐഡിയ പറയുന്നത്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമല്ല ഈ പറയുന്ന ഇന്റലിജൻസ് ഉള്ളത്. വേറെ നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഫോം ഓഫ് ഇന്റലിജൻസ് ഇപ്പോഴും ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു തിയറി സജസ്റ്റ് ചെയ്യുന്നത്. ഭൂമിയിൽ ജീവിച്ചു വരുന്ന ഒരു ഹയർ ഇന്റലിജൻസ് സ്പീഷീസ് ആണ് ശരിക്കും നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ഇന്റലിജന്റ് സ്പീഷീസ് ഒരേ പ്ലാനറ്റിൽ ജീവിച്ചു വരികയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിൽ നിന്ന് മനഃപൂർവ്വം ഒളിച്ച് ജീവിക്കുന്ന ഒരു സ്പീഷീസ് ആവാം ചിലപ്പോൾ അവർ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഈ ഭൂമിയിൽ മുഴുവനും മനുഷ്യന്മാരും ഒരുപാട് സാറ്റലൈറ്റും സെൻസറും ക്യാമറയൊക്കെയാണ്, എന്നിട്ട് അവർ എവിടെ പോയി ഒളിക്കാനാണ് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഭൂമിയെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചിത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ലാൻഡും ഓഷ്യൻസും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു സൈഡ് മാത്രമായിരിക്കും മിക്കവാറും നമ്മളെല്ലാവരും കണ്ടു പരിചയമുണ്ടാവുക. പക്ഷെ ഭൂമിക്ക് ഒരു മറുവശമുണ്ട്. നിങ്ങളിപ്പോ ഈ കാണുന്നത് ഭൂമിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. ഭൂമിയെ ഈ ഒരു ആംഗിളിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈസിയൻ പ്ലാനറ്റ് ആണെന്ന് നമുക്ക് തോന്നുള്ളൂ. ലാൻഡ് ഏരിയ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഈ ഒരു ആംഗിളിൽ നിന്ന് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് പോയിന്റ് നിമോ എന്ന് പറയുന്ന ആ ഒരു സ്പേസ് ഗ്രേവിയാർഡ് എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്.
എന്നാൽ നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന വെറും 5% കടലുകൾ മാത്രമാണ് നമ്മൾ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ എല്ലാം അർത്ഥം വേറൊന്നല്ല, ഒരു ഹയർ ഇന്റലിജന്റ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു സ്പീഷീസ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചു വരികയാണെങ്കിൽ അത് മിക്കവാറും കടലിന്റെ അടിയിലായിരിക്കും. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഇതിപ്പോ എന്റെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ അല്ല ഇത് വളരെയധികം പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഗ്ലോബലി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യരോടൊപ്പം തന്നെ ഇവോൾവ് ആയി വന്ന ഒരു സ്പീഷീസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കാം. അവർ മനുഷ്യർക്ക് മുന്നേ തന്നെ ടെക്നോളജിയും അഡ്വാൻസ്മെന്റ്സും എല്ലാം നേടിപ്പോയ ഒരു സ്പീഷീസ് ആയിരിക്കാം. മനഃപൂർവ്വം ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിൽ നിന്ന് ഒളിച്ചു ജീവിക്കുന്ന ഒരു സ്പീഷീസ് ആയിരിക്കാം അത്. ഇത് കടലിനടിയിൽ ജീവിച്ചു വരുന്ന ഒരു സ്പീഷീസ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ അറിയാണ്ട് ജീവിച്ചു വരുന്ന ഒരു സ്പീഷീസ് ആയിരിക്കാം. ഏൻഷ്യൻ റെപ്റ്റീലിയൻ ലീനേജ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ലസേർട്ട ഫൈൽസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ ബേസിക് ഐഡിയ എന്താ വെച്ചാൽ, നമ്മുടെ കൂടെ തന്നെ ഒരുപാടധികം വർഷങ്ങളായിട്ട് റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് സ്പീഷീസ് ജീവിച്ചു വരുന്നുണ്ട് എന്നാണ് ഈ ഒരു സംഭവം പറയുന്നത്. അതായത് മനുഷ്യരെ പോലെ തന്നെ വേറൊരു സ്പീഷീസ് നമ്മുടെ കൂടെ തന്നെ നമ്മൾ അറിയാണ്ട് തന്നെ ജീവിച്ചു വരുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്പീഷീസുമായി നമ്മൾ നേർക്ക് നേരെ നോക്കുകയാണെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ കാരണം വേറെ ഒന്നല്ല, ഇവര് നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസം രൂപത്തിലില്ല എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം വേറെ ഒന്നല്ല, അവർ നമ്മളെക്കാളും വളരെയധികം ടെക്നോളജിക്കലി സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരിക്കുമുള്ള രൂപം ഒളിച്ചു വെക്കാനും മനുഷ്യരുടെ രൂപം എടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടം സ്പീഷീസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് പ്യൂർലി കോൺട്രവേഴ്ഷ്യലും വളരെയധികം ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. എന്ത് തന്നെയാലും ഞാനിപ്പോ ഇതിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഇതിനെ പറ്റിയിട്ടുള്ള ഫയൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ തൊട്ടും പിടിച്ചിട്ടുള്ള ഫയൽസ് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് അങ്ങനെയൊന്നല്ല. വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഭവത്തിനടുത്ത് കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡിനോട് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ അടക്കം നമ്മുടെ കൈവശമുണ്ട്. ആ ഇന്റർവ്യൂയുടെ PDF വേർഷൻ ആണ് ശരിക്കും ലസേർട്ട ഫൈൽസ് എന്ന് പറയുന്നത്. ഏകദേശം 1 വർഷത്തിന് മുന്നേ നമ്മുടെ ചാനലിൽ അതിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. ലസേർട്ട ഫൈൽസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ മനുഷ്യരുടെ കൂടെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്ന ഒരു സ്പീഷീസിന്റെ ടെക്നോളജിയാണ് ഈ പറയുന്ന പറക്കുംതളികൾ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അൾട്രാ ടെറസ്ട്രിയൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു തിയറി പറയുന്നത്. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ലോജിക്കൽ എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം അല്ലെങ്കിൽ ഒരു സ്റ്റാർ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എത്താൻ തന്നെ ഒരുപാടധികം വർഷങ്ങൾ എടുക്കും. അതും ഇത്രയും വലിയൊരു സ്പേസിൽ നമ്മുടെ ഭൂമിനെ പിൻ പോയിന്റ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഈ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഈ ലോകമെമ്പാടും സംസാരിക്കപ്പെടുന്ന ആ ഒരു വിഷയം, ഈ ഒരു തേർഡ് ഒപ്പീനിയൻ വളരെയധികം റെലവെന്റ് ആണ്. പക്ഷെ വീണ്ടും ഈ മൂന്നാമത്തെ പോസിബിലിറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഇത് വീണ്ടും ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ മാത്രമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. എന്നാൽ പ്രശ്നങ്ങൾ വീണ്ടും വഷളാക്കാൻ വേണ്ടി ഈ ഒരു ഹൈപ്പോത്തസിസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനും കഴിയില്ല. കാരണം നമ്മളിപ്പോ ഈ ജീവിക്കുന്ന ഈ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഗ്രഹമാണ്. അതിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു സംഭവത്തിന് ഒളിച്ചിരിക്കാം. അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പൊ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അൾട്രാ ടെറസ്ട്രിയൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഞങ്ങൾ കേട്ടപ്പോൾ അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ടേം ഉണ്ടെന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം മാക്സിമം ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.